back to Leads Academy Smart Plus. Leads Academy Smart Plus ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സീ ഫീവർ എന്ന പോമാണ്. Is written by ജോൺസ് മാൻസ്ഫീൽഡ്. ജോൺസ് മാൻസ്ഫീൽഡിന്റെ സീ ഫീവർ എന്ന പോമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് എന്താണ്? ഒരാളുടെ ആഗ്രഹം. എന്താഗ്രഹമാണ്? അദ്ദേഹത്തിന് കടലിൽ പോകണം എന്ന അതിയായ ആഗ്രഹമുള്ള ഒരാളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെയുള്ള ഭാഷണമൊക്കെ ഉണ്ടാവും അല്ലെ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. നമുക്കപ്പോൾ ചാപ്റ്ററിലേക്ക് പോകാം. ഫസ്റ്റ് ആൻസർ നോക്കിക്കേ. I must go down to the seas again. I must go down to the seas again എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് നിർബന്ധമായി എനിക്ക് കടലിൽ പോയേ പറ്റുള്ളൂ. ടു ദ ലോൺലി സീ ആൻഡ് ദ സ്കൈ. അപ്പോൾ ആകാശവും കടലൊക്കെ എങ്ങനെ ഇരിക്കണം? ഞാൻ കടലിൽ ചെല്ലുമ്പോൾ ഏകാന്തമായിട്ടിരിക്കണം, ആരും ഉണ്ടാകരുത്, ഞാനും കടലും മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ അല്ലെ? And all I ask is a tall ship and a star to steer her by. എനിക്ക് എന്ത് വേണം? ഞാൻ അങ്ങനെ കടലിൽ പോകുമ്പോൾ എനിക്ക് നല്ലൊരു കപ്പൽ വേണം, എനിക്ക് നീളമുള്ള ഒരു കപ്പലും വേണം, എനിക്ക് ദിക്കൊക്കെ കാണിച്ചു തരാൻ ആര് വേണം? നക്ഷത്രങ്ങളും വേണം. ഇന്ന് നമുക്ക് പല രീതിയിലും ദിക്കൊക്കെ കണ്ടുപിടിക്കാം അല്ലെ? പക്ഷെ അന്ന് പഴയ കാലത്ത് ഇതൊന്നും പറ്റില്ലായിരുന്നു. അപ്പോൾ എന്താണ്? ഈ നക്ഷത്രങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്താൽ മതി എന്നാണ് ആ പോയറ്റ് പറയുന്നത്. And the wheels kick and the wind song and the white sail shaking. നിങ്ങൾ വണ്ടി ഓടിക്കുന്നവരൊക്കെ ആണെങ്കിൽ അറിയാം അല്ലെ? പലതരം വണ്ടികൾ നിങ്ങൾ ഓടിക്കുന്നുണ്ടാവും. അപ്പൊ അതിങ്ങനെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരു കുലുക്കൊക്കെ ഉണ്ടാവും അല്ലെ? അതിന് പറയുന്ന പേരാണ് and the wheels kick and the wind song. എനിക്ക് കാറ്റിന്റെ പാട്ട് വേണം. ഈ ഒരു എന്താണ്? നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ആ കുലുക്കം, അത് ഈ കപ്പൽ ഓടിക്കുമ്പോൾ എനിക്ക് എന്ത് വേണം? കടലിൽ പോകുമ്പോൾ എനിക്ക് അത് കിട്ടുന്നതും ഇഷ്ടമാണ്. And a grey mist on the sea's face and grey dawn breaking. എന്താണ്? മൂടൽമഞ്ഞ്. അത്ര വ്യക്തമായ കാഴ്ചകളൊന്നും കിട്ടാതെ മൂടൽമഞ്ഞ്, അതായത് ചെറിയ മൂടൽമഞ്ഞുള്ള പ്രഭാതത്തിലാണ് എനിക്ക് യാത്ര ചെയ്യാൻ താല്പര്യം. ക്ലിയർ ആണല്ലോ അല്ലെ? സെക്കൻഡ് സ്റ്റാൻസ് നോക്കിയേ. I must go down to the seas again for the call of the running tide. വീണ്ടും എന്താണ് പോയിട്ട് പറയുന്നത്? I must down to the seas again. എനിക്ക് എന്ത് ചെയ്യണം? I must go down to the seas again. എനിക്ക് വീണ്ടും പോകണം. കടലിനോടുള്ള സ്നേഹം, കടലിൽ പോകാനുള്ള സ്നേഹം നമുക്ക് ഇതില് കാണാവുന്നതാണ്. ഫോർ ദ കോൾ ഓഫ് റണ്ണിംഗ് ടൈഡ്. തിരമാലകൾ, ആഞ്ഞടിക്കുന്ന തിരമാലകളെ കാണാൻ എനിക്ക് എന്ത് ചെയ്യണം? കടലില് പോണം. is a wild call and a clear call that might not be denied. ചിലപ്പോ കാലാവസ്ഥയൊക്കെ എന്തായിരിക്കും? പ്രതികൂലമായിരിക്കും. എന്നാൽ പോലും ഞാൻ എവിടെ പോയിരിക്കും? കടലിൽ പോയിരിക്കും. And all I ask is a windy day with the white clouds flying. എനിക്ക് ഒരു ആഗ്രഹം ഉണ്ട്. എന്തുണ്ടായിരിക്കണം? windy day. എങ്ങനെയുള്ള ക്ലൈമറ്റ് ആയിരിക്കണം? അത്യാവശ്യം കാറ്റൊക്കെ വീശുന്ന ഒരു ദിവസം ആയിരിക്കണം അല്ലെ? അങ്ങനെയുള്ള കാലാവസ്ഥയാണ് എനിക്കിഷ്ടം. എന്തിനു വേണ്ടിയാ? പണ്ടൊക്കെ ഈ പായ്ക്കപ്പലിലാ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? അതിനെ നിയന്ത്രിക്കാൻ എന്ത് വേണം? അല്ലെങ്കിൽ ആ ദിശ കറക്റ്റ് ആയിട്ട് പോവാൻ കപ്പലിനെ സഹായിക്കുന്ന എന്താണ്? കാറ്റ് വേണം അല്ലെ? കാറ്റിന്റെ ഡയറക്ഷൻ അനുസരിച്ചായിരിക്കും പോകുന്നത്. അതുകൊണ്ട് എനിക്ക് എന്ത് വേണം? വിൻഡി ഡേ ആയിരിക്കണം. And the flying spray and the brown spume and the seagulls crying. എന്ന് പറഞ്ഞാ നമ്മുടെ കടൽ തീരത്തിലെ തിരമാലകൾ അടിച്ചു കഴിഞ്ഞാൽ നുരയുമ്പോഴേക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻസ വീണ്ടും പറയാണ്. എന്തെന്നാ പറഞ്ഞേക്കുന്നത്? I must down to the seas again to the vagrant gypsy life. എനിക്ക് എന്തായാലും കടലിൽ പോകണം. പിന്നെ എന്റെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞേ? ജിപ്സി ലൈഫ്. നാടോടികളെ പോലെ എവിടെയും സ്റ്റേ ചെയ്യുന്നില്ല, അവരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുമല്ലേ? എനിക്ക് കടലിൽ കൂടി യഥേഷ്ടം സഞ്ചരിക്കണം. ആരെയും പിടുത്തമില്ലാതെ, ബന്ധങ്ങളുടെ പിടുത്തത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് എനിക്ക് നാടോടികൾ ജീവിക്കുന്ന പോലെ ജീവിക്കണം. To the Gulf's way and the wind's way where the winds like a whetted knife. എന്ന് പറഞ്ഞാ കടലിലെ നീലത്തിമിംഗലങ്ങളെ പോലെയും, അതെ, കടൽ പക്ഷികളെ പോലെയും. and wetted knife എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ് വീശുന്നതിന്റെ ശക്തിയാണ്. അത് നമ്മുടെ മുഖത്തേക്ക് ആഞ്ഞടിക്കുന്ന കാറ്റിന്റെ ശക്തിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. and all I ask is a merry yarn. ഇതിനെല്ലാം പുറമെ എനിക്ക് എന്തും കൂടി വേണം? merry yarn. merry means happy. yarn എന്ന് പറഞ്ഞ സ്റ്റോറി. എന്റെ ഒരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ സഹയാത്രികർ, യാത്ര ചെയ്യുന്നവർ പറയുന്ന കുറച്ച് സ്റ്റോറി ഒക്കെ കേട്ട് യാത്ര ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. and quiet sleep and a sweet dream when the long trip's over. ഇവിടെ കഥ പറയുമ്പോൾ അല്ലെങ്കിൽ ഈ കഥ തീരുമ്പോൾ, ഈ പോയറ്റ് ഇത് പറഞ്ഞു തീർക്കുമ്പോൾ
ഒരു കാര്യമാണ് പറയുന്നത്. നമുക്ക് ആ ലാസ്റ്റ് ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. വെൻ ദ ലോങ് സ്ട്രിക്സ് ഓവർ എന്ന് പറയുമ്പോൾ കടലിലെ യാത്രയൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ എന്ന് വെച്ചാൽ മരണാനന്തര ജീവിതത്തിനെ കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ജസ്റ്റ് നോക്കിയാൽ എനിക്ക് എന്താണ് ഈ യാത്രയൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ നല്ലൊരു ഉറക്കവും നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് നല്ല ശാന്തമായ ഉറക്കമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജസ്റ്റ് ഒരു സിമ്പിൾ പോയമാണ്. എന്താണ് ഇതിൽ പറയുന്നത്? പോയറ്റിന് അതിയായ ആഗ്രഹമാണ് കടലിൽ പോകാനുള്ള. ആ ആഗ്രഹത്തിനെ കുറിച്ചാണ് അദ്ദേഹം ഇതില് പറയുന്നത്. ഓക്കെ, താങ്ക് യു ഓൾ, ബൈ, സീ യു സൂൺ.